ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തന്റെ ഇടപെടൽ ഉണ്ടായതായെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1 കോടിയിലേറെ വരുന്ന ജനതയെ സംരക്ഷിച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞതാണ് ട്രംപിന്റെ ഈ പുതിയ അവകാശവാദം. വമ്പൻ ആണവ യുദ്ധമാണ് താൻ ഒഴിവാക്കിയതെന്നും ട്രംപ് വീരവാദം മുഴക്കുന്നു. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന പ്രസ്താവന ട്രംപ് ആവർത്തിക്കുകയാണ്. കൂട്ടത്തിലാണ് പാകിസ്ഥാനും ഭാരതവുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടുവെന്ന് ട്രംപ് പറയുന്നത്. നേരത്തെയുള്ള അവകാശവാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ 1 കോടി ജനതയെ രക്ഷിക്കാൻ ട്രംപിന്റെ പ്രവർത്തനങ്ങൾക്കായി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറിനെ പുകഴ്ത്താനും ട്രംപ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. Between Pakistan and India, and the head of Pakistan, highly respected general, he's a field marshal, and also the Prime Minister of Pakistan said President Trump saved 10 million lives, maybe more, by getting that war. 8 planes were shot down. That war was starting to rage. And he actually said the other day that President Trump saved 10 million lives, maybe more. So we solved all these wars. The only one I haven't solved yet is Russia, Ukraine. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാകുന്നുവെന്നും വോളോഡിമർ സെലൻസ്കിയും പുടിനും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. So the talks on Ukraine, Russia are going along. They lost, as you know, 27,000 soldiers last month. Mostly soldiers, some people in Kiev, etc. But mostly soldiers. And the talks are going along. And I say that, there's tremendous hatred between these two leaders. Between President Putin, President Zelensky, tremendous hatred, and I hope we can get it done. We are talking. Talks are going okay, but I've solved 8 wars, and Thailand is starting to shape up. They started with Cambodia, they started up again. But ഭാരതവുമായുള്ള വിഷയത്തിൽ വാസ്തവവിരുദ്ധമായ നിലപാട് ആവർത്തിക്കുമ്പോഴും പാകിസ്ഥാന് പിന്തുണ നൽകുന്നത് നിർബാധം തുടരാനുള്ള നീക്കമാണ് ട്രംപിൻ്റേത് എന്ന് ഓരോ പ്രസ്താവനകളിലൂടെയും വ്യക്തമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.